ഊബറിനും ഒലയ്ക്കുമൊക്കെ വെല്ലുവിളിയുമായി സഹകരണ മേഖലയിൽ നിന്നും പുതിയ ഓൺലൈൻ ടാക്സി സേവനം വരുന്നു. ഭാരത് ടാക്സി സർവീസ് ഇക്കൊല്ലം അവസാനത്തോടെ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. നബാർഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങി രാജ്യത്തെ 8 പ്രമുഖ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യമായ ദി മൾട്ടി സ്റ്റേറ്റ് സഹകാരി ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ കീഴിലാണ് സർവീസ് ആരംഭിക്കുക. 300 കോടി രൂപയുടെ മൂലധനം പദ്ധതിക്കായി സമാഹരിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് മികച്ച വരുമാനവും യാത്രക്കാർക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ സവാരി ഉറപ്പാക്കുന്നതിനുമാണ് നീക്കം. കേരളത്തിൽ സർവീസ് ഉണ്ടാകുമോ എന്നല്ലേ ചോദ്യം? തൽക്കാലമില്ല. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ആദ്യം സേവനം ലഭിക്കുക. കൂടുതൽ സഹകരണ സംഘങ്ങൾ ഇതിനൊപ്പം ചേരുന്നതോടെ മറ്റ് സ്ഥലങ്ങളിലേക്കും സേവനം വ്യാപിപ്പിക്കും. ടാക്സി സേവനത്തിനായുള്ള ആപ്പ് തയ്യാറാക്കാൻ അനുയോജ്യമായ കമ്പനിയെ കണ്ടെത്താൻ ടെൻഡർ പുറത്തിറക്കിയിട്ടുണ്ട്. രാജ്യത്താകെ ഒറ്റ പ്ലാറ്റ്ഫോമിലാകും ടാക്സി സർവീസിന്റെ പ്രവർത്തനം. കമ്മീഷൻ ഒഴിവാക്കി സഹകരണ രീതിയിലാകും നിരക്ക് നിശ്ചയിക്കുക എന്നാണ് സൂചന. മിക്ക ഓൺലൈൻ ടാക്സി സേവനങ്ങളും ഉപയോക്താക്കളെയും ഡ്രൈവർമാരെയും ചൂഷണം ചെയ്യുകയാണെന്ന പരാതി വ്യാപകമാണ്. ഇതോടെയാണ് സഹകരണ മേഖലയിൽ ടാക്സി സർവീസ് തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സഹകരണ ടാക്സി ഈ രംഗത്തൊരു ട്രെൻഡ് സെറ്റർ ആകുമോ?